Chapter 2 Page Setting or New Page Creation. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെ ഒരു പേജ് ഡിസൈനിങ്ങിനായി സെറ്റ് ചെയ്ത് എടുക്കാമെന്നും മറ്റ് ആവശ്യങ്ങൾക്കായി ഒരു പേജ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും പഠിക്കാം. ആദ്യമായി നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മൾ മെനു ബാറിൽ ഫയലിൽ പോയി ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+N എന്ന ഷോർട്ട് കീ ഉപയോഗിക്കുക. ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോഷോപ്പ് സ്റ്റുഡൻസ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോഷോപ്പ് പ്രൊഫഷണൽ ആയി മാറണമെങ്കിൽ ഇതിലെ ഷോർട്ട് കട്ട്സ് പൂർണ്ണമായും ബൈഹാർട്ട് ചെയ്തിരിക്കുക എന്നതാണ്. ഇനി നമുക്ക് പേജ് സെറ്റിങ്ങിലേക്ക് കടക്കാം. ഇതിൽ ആദ്യമായി പഠിക്കുവാനുള്ളത് നെയിം എന്ന ഓപ്ഷൻ ആണ്. ഇതിൻ്റെ ഉപയോഗം എന്തെന്നാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് ചേരുന്ന രീതിയിലുള്ള ഒരു പേര് ഫയൽ നെയിമായി കൊടുക്കുന്നതിനോ അതും അല്ലെങ്കിൽ വർക്ക് തരുന്ന ആളുടെ പേരിൽ ഫയൽ നെയിം ആയി സേവ് ചെയ്യുന്നതിനോ ഈ നെയിം എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രീസെറ്റ്. ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓരോ വർഷവും പുതിയ വേർഷനുകൾ ഇറക്കുമ്പോൾ ഫോട്ടോഷോപ്പ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആകുവാൻ അഡോബ് എന്ന കമ്പനി വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഈ വേർഷനിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേകത എന്തെന്നാൽ ഇൻ്റർനാഷണൽ പേപ്പർ എന്ന ഓപ്ഷൻ എടുത്താൽ അതിൽ ഇൻ്റർനാഷണൽ പേപ്പറുകളുടെ സൈസുകൾ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന എല്ലാ സൈസുകളും അതിൽ തന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഫോട്ടോയുടെ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ അതിൽ ലാൻഡ്സ്കേപ്പ് എന്നും പോർട്രേറ്റ് എന്നും തിരിച്ച് ഒരേ അളവുകൾ തന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പോർട്രേറ്റ് എന്നും എന്താണ് ലാൻഡ്സ്കേപ്പ് എന്നുമാണ്. പോർട്രേറ്റ് എന്നാൽ വെർട്ടിക്കലായി ഉള്ള പേജിനാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഹൊറിസോണ്ടലായി ഉള്ള പേജിനാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അടുത്തതായി പഠിക്കുവാൻ പോകുന്നത് ഡിസൈൻ പേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും നൽകുക എന്നതാണ്. ഇവിടെ